എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മലയാള സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ ഒ.വി. വിജയൻ എഴുതിയ കടൽത്തീരത്ത് എന്ന ചെറുകഥയാണ്. കടൽത്തീരത്ത്. വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ടം നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനപ്പുറത്ത് മുത്തുരാവുത്താൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കപ്പുറത്ത് പാഴുതറയിൽ അമ്പത്തിച്ചില്ലാനം കുടിലുകളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോകുകയാണ്. വെള്ളായിയപ്പൻ്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തിയും മുത്തുരാവണ്ണനും നാഗേലച്ചനും കൊമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവരിലത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു. വെള്ളായിയപ്പൻ കുടിയിരുപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു. പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു. ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ദൈവങ്ങളെ, തമ്പുരാന്മാരെ, വെള്ളായിയപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതയ്ക്ക് ഇരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. പട്ടകളിൽ കാറ്റിരുമ്പുന്നത് വെള്ളായിയപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നതുപോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നതുപോലെ. തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞിനനവ് കയ്യിൽ തട്ടി. തൻ്റെ കൊടച്ചി ഈ ചോറുപൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിൻ്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടി ആപ്പീസെത്താൻ ഇനിയും 4 കാല് നടക്കണം. കുറച്ചു നടക്കുമ്പോൾ കുട്ടിയോസെ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയോസെ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. "വെള്ളായിയേ," മാപ്പിള പറഞ്ഞു. "മരക്കാരെ," വെള്ളായിയപ്പൻ പ്രതിവചിച്ചു. അത്രമാത്രം. 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായിയപ്പനും കുട്ടിയോസെ മാപ്പിളയും അറിഞ്ഞു. "മരക്കാരെ, നിങ്ങൾക്കു ഞാൻ 15 ഉറുപ്പിക കടം വീട്ടാനുണ്ട്." "അല്ല, 15 ഉറുപ്പികയും 4 അണയും." "വെള്ളായി, ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്." "മരക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്നു വരില്ല." "വീടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ." "എൻ്റെ ഉള്ളു പൊട്ടുന്നു, എൻ്റെ പ്രാണൻ പറയുന്നു. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിൻ്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ." കരിമ്പനകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയോസെ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായിയപ്പൻ യാത്ര തുടർന്നു. ഇനിയും 4 കാല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. നീലി മണ്ണാത്തി. അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. "വെള്ളായിയച്ചോ," അവൾ പറഞ്ഞു. "അത്രമാത്രം." "നീലിയേ," വെള്ളായിയപ്പൻ പറഞ്ഞു. "അത്രമാത്രം." 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയിൽ സാന്ത്വനത്തിൻ്റെ നിറവ്. വെള്ളായിയപ്പൻ നടന്നു. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായിയപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്കിറങ്ങി. പുഴ കടന്നു മേടു കയറി പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായിയപ്പൻ പുഴവെള്ളത്തിലേക്കിറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട്, പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി.